ഫസ്റ്റ് ചാപ്റ്ററാണ് ക്വാണ്ടിറ്റേറ്റീവ് അനലൈസിസ് ആൻഡ് മാനേജ്മെൻറ്റ് ആപ്ലിക്കേഷനിലെ യൂണിറ്റ് 1 ആണ് കളക്ഷൻ ഓഫ് ഡാറ്റ. അതിൽ ആദ്യം എന്താണ് ടൈപ്സ് ഓഫ് ഡാറ്റ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലേ. ഡാറ്റ എന്ന് പറഞ്ഞാൽ ഫാക്ട്സ് ആണ്, ഫിഗേഴ്സ് ആണ്, അത് റെലവൻറ്റ് മെറ്റീരിയൽസ്, പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് സെർവിങ് എ ബേസിസ് ഫോർ സ്റ്റഡി ആൻഡ് അനലൈസിസ്. സ്റ്റഡി ആൻഡ് അനലൈസിസിന് വേണ്ടിയിട്ടുള്ള ഫാക്ട്സ് ആകാം, ഫിഗേഴ്സ് ആകാം, അത് റെലവൻറ്റ് മെറ്റീരിയൽസിനൊക്കെ എന്താണ് ഡാറ്റ എന്ന് നമ്മൾ പറയും. അതിൻ്റെ ടൈപ്സ് ആണ് പ്രധാനമായിട്ട് രണ്ടെണ്ണമാണ്, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡാറ്റയാണ്. അതായത് ഫസ്റ്റ് ഹാൻഡ് സോഴ്സസ് എന്ന് പറയാം. റിസർച്ചർ ഫസ്റ്റ് കളക്ട് ചെയ്യുന്ന ഡാറ്റ, സർവേ, ഇൻ്റർവ്യൂ, എക്സ്പീരിമെൻറ്റ്സ് ഒക്കെ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നതാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് ആൾറെഡി കളക്ട് ചെയ്ത ഡാറ്റ, സമോൺ അതർ ദാൻ യൂസർ സം സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണിത്. അതായത് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഓർഗനൈസേഷൻ റെക്കോർഡ്സിൽ നിന്നൊക്കെ എന്താണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് ഡാറ്റ എന്നാണ് മീൻ ചെയ്യുന്നത്. ഈ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നമ്മളിവിടെ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്, പ്രൈമറി ഡാറ്റ ആർ ദോസ് ഡാറ്റ ദാറ്റ് ആർ കളക്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത് റെഫർ ടു ദോസ് ഡാറ്റ ദാറ്റ് ഹാവ് ആൾറെഡി ബീൻ കളക്റ്റഡ് ബൈ സം അതർ പേഴ്സൺ. അതായത് സെക്കൻഡ് ഹാൻഡ് ആണെന്ന് പറഞ്ഞു, അതർ പേഴ്സണിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഡിഫറെൻ്റ് ആണ്. ഒറിജിനൽ ബിക്കോസ് ദാറ്റ് ആർ കളക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ ഫോർ ദ ഫസ്റ്റ് ടൈം. ഇൻവെസ്റ്റിഗേറ്റർ ഫസ്റ്റ് ടൈമിൽ കളക്ട് ചെയ്യുന്നത്, അതായത് ഒറിജിനൽ ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. ദർ ആർ നോട്ട് ഒറിജിനൽ ബിക്കോസ് സമൺ എൽസ് ഹാസ് കളക്റ്റഡ് ദസ് ഫോർ ഹിസ് ഓൺ പർപ്പസ്. ഇതെന്ന് പറയുന്നത് ഒറിജിനലല്ല, കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് കളക്ട് ചെയ്യുന്നതായതുകൊണ്ട് ഇതെന്ന് പറയുന്നത് ഒറിജിനലല്ല. പിന്നെ നെക്സ്റ്റ് ഡിഫറെൻ്റ് ആണ് ദസ് ആർ ഇൻ ദ ഫോം ഓഫ് റോ മെറ്റീരിയൽസ്. ഇതെന്ന് പറയുന്നത് റോ മെറ്റീരിയൽസിൻ്റെ ഫോമാണ്. ദസ് ആർ ഇൻ ദ ഫിനിഷ്ഡ് ഫോം. ഇതെന്ന് പറയുന്നത് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫോമാണ്. പിന്നെ ദർ ആർ മോർ റിലയബിൾ ആൻഡ് സ്യൂട്ടബിൾ ഫോർ ദ എൻക്വയറി. ദസ് ആർ കളക്റ്റഡ് ഫോർ എ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് റിലയബിളും സ്യൂട്ടബിൾ ആയിട്ടുള്ളതുമായിരിക്കും ഇതെന്ന് പറയുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ലെസ് റിലയബിൾ ആൻഡ് ലെസ് സ്യൂട്ടബിൾ ആയിരിക്കും, കാരണം ആൾറെഡി കണക്ട് ചെയ്തായിരിക്കും. അതെന്ന് പറയുന്നത് പെർഫെക്റ്റായിട്ട് മാച്ച് ചെയ്യണമെന്ന് ഇല്ല, അതുകൊണ്ട് തന്നെ ലെസ് റിലയബിളും ലെസ് സ്യൂട്ടബിളുമായിരിക്കും.